ഒരു ആയിരക്കണക്കിന് ഓഡിയൻസിന് മുമ്പിൽ കാണിക്കുന്ന വലിയ മാജിക്കുകളാണ് ഇല്യൂഷൻസ്. ബൈക്കിൽ വരുന്നു, വാനിഷ് ചെയ്യുന്നു, ഇങ്ങനെയുള്ള മാജിക്കുകൾ. കാർഡ് ട്രിക്സ് ഉണ്ട്, കോയിൻ മാജിക് ഉണ്ട്, മെന്റലിസം ഉണ്ട്. മെന്റലിസം എന്ന് പറഞ്ഞാൽ മൈൻഡ് റീഡിംഗ് ആണെന്ന് തോന്നിപ്പിക്കാത്ത രീതിയിൽ കാണിക്കുന്ന മാജിക്കുകളാണ്. ഇറ്റ്സ് നോട്ട് മൈൻഡ് റീഡിംഗ്. മൈൻഡ് റീഡിംഗ് ഒന്നും ഇമ്പോസിബിൾ. മൈൻഡ് റീഡിംഗ് ഇമ്പോസിബിൾ ആണ്. അതായത് നിങ്ങളുടെ മനസ്സിനെ എനിക്ക് വായിക്കാൻ പറ്റില്ല, എന്റെ മനസ്സിനെ നിങ്ങൾക്കും വായിക്കാൻ പറ്റില്ല. 100%, നോ ഡൗട്ട് അറ്റ് ഓൾ. അത് നമ്മൾ മാജിക്കായിട്ട് മാജിക്കിനെ മെന്റലിസം എന്ന് വിളിക്കുന്നു. കാർഡ് മജീഷ്യൻസിനെ കാർഡീഷ്യൻ എന്ന് വിളിക്കുന്നത് പോലെ, ഇല്യൂഷനിസ്റ്റ് എന്ന് വിളിക്കുന്നത് പോലെ, മനസ്സാണെന്ന് തോന്നിക്കുന്ന രീതിയിൽ മാജിക് കാണിക്കുന്ന ഒരാളെ മെന്റലിസ്റ്റ് എന്ന് വിളിക്കുന്നു. There is no mentalism. വിസ്മയമാണ് അവിടുത്തെയും. ഒരു നിങ്ങളുടെ മനസ്സ് ഞാൻ വായിക്കുന്നത് പോലെ ഞാൻ നിങ്ങളെ തോന്നിപ്പിക്കുക ചെയ്യുന്നു. നിങ്ങളെ മനസ്സ് വായിക്കാൻ എനിക്ക് പറ്റില്ല. സിഗ്മണ്ട് ഫ്രോയിഡ് മനോവിശ്ലേഷണം ചെയ്യാമെന്ന് പറഞ്ഞ് 100 വർഷത്തെ കഴിഞ്ഞു. ഇതുവരെ ഒരാളുടെ മനസ്സ് വായിക്കാനും പറ്റിയിട്ടില്ല. മനസ്സിനെ വിശ്ലേഷണം ചെയ്യാൻ പറ്റില്ല. അത് കാരണം ആ സാധനം എന്ന് പറയുന്നത് ഹൃദയം പോലെ ഇങ്ങനെ എടുത്തു വെക്കാവുന്ന ഒരു സാധനമല്ല. അതുകൊണ്ട് ഇറ്റ് ഈസ് ഇംപോസിബിൾ. അതുകൊണ്ട് ആരെങ്കിലും ഏതെങ്കിലും മെന്റലിസ്റ്റുകൾ നിങ്ങളുടെ മനസ്സ് വായിക്കുകയാണെന്ന് പറഞ്ഞാൽ പറഞ്ഞാൽ മതി, നോ യു കനോട്ട് പറഞ്ഞാൽ ധൈര്യമായിട്ട് പറഞ്ഞോളൂ.